അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമുഅ മുബാറക്. പ്രിയമുള്ളവരെ, എല്ലാവരും സമ്പന്നനാവണമെന്നില്ലല്ലോ. വലിയ സമ്പന്നരായ ആളുകളുണ്ട്, അതിന് മിഡിലിൽ വരുന്ന ആളുകളുണ്ട്, ഫക്കീറന്മാരുണ്ട്, ദരിദ്രരുണ്ട്, പാപങ്ങളും അശ്രണരും ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്ക് ഹലാലായ എന്ത് ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സ്വലാത്തുണ്ട്, ഒരു വെറുതുണ്ട്. നിങ്ങൾ അത് ചെല്ലുകയാണെങ്കിൽ, ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹലാലായ മുറാദ് അള്ളാഹു നടത്തി തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സ്വലാത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മനുഷ്യൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി 2-3 പ്രാവശ്യം 4 പ്രാവശ്യം വരുന്നത് കണ്ടപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ 3-4 ദിവസമായല്ലോ വരുന്നത്, കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങൾ വരികയും 2 റക്അത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദ് നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബിഹി ഫി ഹാജത്തി ആദിഹി ലിതുഖലാലി. നിങ്ങളിത് ചൊല്ലിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. ഇൻഷാ അല്ലാഹ് അല്ലാഹു സലാമത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു. ഈ മനുഷ്യൻ ഉംറ ചെയ്തു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ഈ ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോവുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലൂടെ കാര്യങ്ങളൊക്കെ ആരായുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ മനുഷ്യൻ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കൊണ്ട്, നിങ്ങളെ വാസ്ത കൊണ്ട്, നിങ്ങൾ സംസാരിച്ച റെക്കമെൻഡ് കൊണ്ട് എനിക്ക് ഉസ്മാൻ റളിയല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി തന്നു എന്ന് പറഞ്ഞു. ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടുമില്ല, ഞാൻ അവിടെ പോയിട്ടുമില്ല. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങളൊക്കെ സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു അന്ധനായ ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, കണ്ണിന്റെ കാഴ്ച കിട്ടാൻ ദുആ ചെയ്യണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, നിങ്ങൾ ഈ ദുആ ചെയ്യുക എന്ന് പഠിപ്പിക്കുകയും ആ മനുഷ്യൻ അതുപോലെ ചെയ്യുകയും കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി. സദസ്സിലേക്ക് വന്ന ഞങ്ങളൊക്കെ അത് കണ്ട അനുഭവസ്ഥരാണ്, ഇത് സാക്ഷികളാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വെറുതെ കൊണ്ട്, ആ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിനെ തവസ്സലാക്കിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിഗണന കിട്ടിയത്. ഇൻഷാ അല്ലാഹ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പല ഹലാലായ ആഗ്രഹങ്ങളും നേടിയെടുക്കാനുണ്ടാവും. നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറായ എല്ലാ വഴികളും നമുക്ക് തുറന്നു നൽകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക്